വൃദ്ധരായ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളുടെ ക്രൂരത നിറഞ്ഞ പെരുമാറ്റം സമീപകാലത്ത് കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ക്രൂരത നിറഞ്ഞ ഇത്തരം സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങളിൽ വാർത്തകൾ വരാറുണ്ടെങ്കിലും മോശം പെരുമാറ്റത്തിന് മാത്രം കുറവില്ല. ഇത്തരം സംഭവങ്ങളിൽ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനി നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും. മക്കളുടെയോ സ്വത്തിൻ്റെയോ അവകാശികളായ പിന്തുടർച്ചാവകാശികളുടെയോ പീഡനത്തിനോ മർദ്ദനത്തിനോ ഇരയായാൽ മാതാപിതാക്കൾക്ക് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ നൽകിയിരിക്കുന്നത്. വൃദ്ധ മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക പോലീസ് സെൽ സംവിധാനം വേണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഓരോ സ്റ്റേഷനിലും ഇതിനായി പ്രത്യേക പോലീസുകാരെ നിയോഗിക്കണം. പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന മക്കളെയും പിന്തുടർച്ചാവകാശികളെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിനു പരാതി നൽകാം. ഈ അപേക്ഷ 15 ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനു കൈമാറണം. അദ്ദേഹം 21 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും. അത് ലഭിച്ച് 30 ദിവസത്തിനകം വീട്ടിൽ നിന്ന് മാറിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കാം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള ഹർജി പരിഗണിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കായിരിക്കും. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാനും ശുപാർശയുണ്ട്. 2 പേർ സ്ത്രീകളായിരിക്കണം. ഇവരുൾപ്പെടെ 5 സാമൂഹിക പ്രവർത്തകരും ഇതിലുണ്ടാവണം. ഈ അംഗങ്ങളെ നിയോഗിക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർക്കായിരിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.